السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിതത്തിലുടനീളം അവൻ്റെ മുത്തഖികളായ അടിമകളായിരിക്കണമെന്ന് ആദ്യമായി എന്നെയും പിന്നീട് നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുകയാണ്. വളരെ പ്രയാസമുള്ള ഭീതിതമായ ഒരവസ്ഥയിലൂടെയാണ് നാം എല്ലാം ഇപ്പോൾ ഗൾഫിലുടനീളം കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. സമാധാനത്തിൻ്റെയും സുരക്ഷയുടെയും വില അത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. പലപ്പോഴും ഇത്തരം പരീക്ഷണങ്ങൾ വരാത്ത സന്ദർഭത്തിൽ ഏത് തരത്തിലുള്ള സമാധാനമാണ്, ഏത് തരത്തിലുള്ള സുരക്ഷിതത്വമാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ഏതൊരു സാഹചര്യത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ നേരം കിട്ടാറില്ല, നാം ചിന്തിക്കാറില്ല. പക്ഷേ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ അവയുടെ വില നമുക്ക് മനസ്സിലാവും. അവ നഷ്ടപ്പെട്ടാലുള്ള പ്രയാസങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ സമാധാനത്തിന് വേണ്ടി എന്തിന് നാം നിലകൊള്ളണം, സുരക്ഷയ്ക്ക് വേണ്ടി എന്തിന് നാം നിലകൊള്ളണം എന്നതിൻ്റെ ആശയവും അർത്ഥവുമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇസ്ലാം തന്നെ സമാധാനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് നമുക്കറിയാം. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സന്ദേശങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് സമാധാനമാണ്. അള്ളാഹുവിൻ്റെ പേര് സലാം, സമാധാനം എന്നാണ്. വിശ്വാസികളുടെ പരസ്പരമുള്ള അഭിവാദ്യം എന്ന് പറയുന്നത് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ, സുരക്ഷിതമുണ്ടാവട്ടെ എന്നാണ്. അള്ളാഹു സ്വർഗത്തിന് നൽകിയിരിക്കുന്ന പേര് ദാറുസ്സലാം, സമാധാനത്തിൻ്റെ ഗേഹം എന്നാണ്. ദാറുസ്സലാം എന്ന് പറഞ്ഞാൽ അവിടെ സമാധാനമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല എന്നർത്ഥം. ഇടയ്ക്ക് അള്ളാഹു സമാധാനം ഊരിയെടുത്ത് മാറ്റിവെച്ച് അവിടെ ജനങ്ങളെ പരീക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. ഭൂമിയിലാവട്ടെ ആ അവസ്ഥ ഉണ്ടാകും. ആ അവസ്ഥ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, നമ്മുടെ ഈമാനിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കറിയാം. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ നാഥനോട് പ്രാർത്ഥിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കുക. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, പടച്ചവനെ നീ ഈ നാടിനെ, മക്കയെ കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വേറൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. പടച്ചവനെ ഞങ്ങൾക്ക് നീ സുരക്ഷിതത്വമുള്ള, സമാധാനമുള്ള, ജീവിക്കാൻ അനുയോജ്യമായ ഒരു നാടിനെ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരത്തെ വേറെ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ആ നാട് മക്കയാണ്, ജസീറത്തുൽ അറബാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ നാടിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, പടച്ചവനെ ഈ നാടിനെ നീ സുരക്ഷിതത്വമുള്ള നാടാക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നീ ഓർക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു വലിയ അനുഗ്രഹമായി കൊണ്ടെടുത്തു പറയുകയാണ്. എന്നിട്ട് ആ പ്രാർത്ഥനയുടെ ബാക്കി എന്താണ്? വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ തടയണമേ, തൊട്ട് കാത്തു സൂക്ഷിക്കണമേ.
സുരക്ഷിതത്വമുള്ള സമാധാനമുള്ള ഒരന്തരീക്ഷത്തിൽ മാത്രമേ അള്ളാഹുവിനെ യഥാവിധി ഇബാദത്തെടുത്ത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ശത്രുക്കളുടെ തണലിൽ ജീവിക്കുന്ന കാലത്തോളം അത് സാധ്യമാവുകയില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ തണലുള്ള, ഇസ്ലാമിൻ്റെ സുരക്ഷിതത്വമുള്ള ഒരു ലോകം നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന അള്ളാഹു മക്കയിൽ നൽകിക്കൊണ്ട്, ജസീറത്തുൽ അറബിൽ നൽകിക്കൊണ്ട് നിങ്ങളോട് വലിയ കാരുണ്യമാണ്, അനുഗ്രഹമാണ് കാണിച്ചത് എന്ന് അള്ളാഹു എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. ഈ അനുഗ്രഹമാണ് ഇടക്കൊക്കെ നമുക്കിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നഷ്ടപ്പെടുമ്പോൾ നാം അനുഭവിക്കുന്ന അരക്ഷിതത്വം എന്ന് പറയുന്നത് പലപ്പോഴും ആ സുരക്ഷിതത്വത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ വില, അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ മനസ്സടിഞ്ഞു പോവുകയല്ല ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്. ഇത്തരം സന്ദർഭങ്ങളിൽ നിരാശനായി പോവുകയല്ല ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്. ഇത്തരം സന്ദർഭങ്ങളിൽ പേടിച്ചു പോവുകയല്ല ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്. ഒരു സത്യവിശ്വാസി ഒരിക്കലും ഭീരുവല്ല, അവൻ ധൈര്യവാനാണ്. കാരണം അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് കേവല വിശ്വാസമല്ല. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണമായ വിശ്വാസമാണ്. എന്നെ സംരക്ഷിക്കുവാൻ അള്ളാഹു ഉണ്ട് എന്നുള്ളതാണ് ആ വിശ്വാസത്തിൻ്റെ കാതൽ. അള്ളാഹു വിചാരിച്ചതല്ലാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല, അത് നന്മയാവട്ടെ തിന്മയാവട്ടെ എന്നുറച്ച് വിശ്വസിക്കലാണ് ആ കാതൽ. ഏത് യുദ്ധം വന്നാലും എനിക്ക് എന്തെങ്കിലും സംഭവിക്കണമെന്ന് അള്ളാഹു എഴുതി വച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു പോറലും ഏൽക്കുകയില്ല. ഇനി ലോകത്ത് ഏറ്റവും സുരക്ഷിതമായ ഒരിടത്താണ് ഞാൻ ജീവിക്കുന്നത് എന്ന് വെക്കുക, ഏറ്റവും സുരക്ഷിതമായ, എല്ലാ നിലക്കും സുരക്ഷിതമായ, ഏറ്റവും സുരക്ഷിതമായ ഇടത്താണ് ഞാൻ ജീവിക്കുന്നത് എന്ന് വെക്കുക. എനിക്ക് അപകടം വരണമെന്ന് അള്ളാഹു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അത് വന്നിരിക്കും. ലബറസല്ലദീന ഖുതിലു ഇലാ മദാജിഇഹിം, അവർ തങ്ങൾക്ക് വരേണ്ടുന്ന ആ അപായം, ആപത്ത്, വിപത്ത് എഴുതി വെച്ചിടത്തേക്ക് അവർ നടന്നു ചെല്ലും. ഇതാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ, അല്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ ഭീരു ആവുകയില്ല എന്ന് പറയുന്നതിൻ്റെ സാരം. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഭീരുക്കളാവുകയല്ല വേണ്ടത്. 3 കാര്യങ്ങൾ പ്രത്യേകമായി നാം ശ്രദ്ധിക്കണമെന്ന് ഖതീബ് അവറുകൾ നമ്മെ ഉണർത്തുന്നു. അതിൽ ഒന്നാമത് സബറാണ്, ക്ഷമയാണ് ഏതൊരു വിശ്വാസിക്കും, ഏതൊരു മനുഷ്യനും ഇത്തരം സന്ദർഭങ്ങളിൽ വേണ്ടത്. ക്ഷമയോടുകൂടി കാര്യങ്ങളെ കാണുക, കാര്യങ്ങളെ നേരിടുക. ഒരിക്കലും തന്നെ പാനിക്കാവാതിരിക്കുക. പാനിക്കാവാതിരിക്കുക എന്ന് പറഞ്ഞാൽ വിഡ്ഢികളാവുക എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പലപ്പോഴും മിസൈലുകൾ പൊട്ടുന്ന സന്ദർഭത്തിൽ, പൊട്ടിച്ചിതറുന്ന സന്ദർഭത്തിൽ അത് ആകാശത്തേക്ക് നോക്കി കണ്ടു നിന്ന് ആസ്വദിക്കുന്ന വിഡ്ഢികളായ ആളുകളുണ്ട്. വളരെ വലിയ അപകടമാണ് അവരതിലൂടെ വരുത്തി വെക്കുന്നത് എന്ന് തിരിച്ചറിയണം. ഇതിന് ധൈര്യമെന്നല്ല പറയുക, അതിന് വിവരക്കേട് എന്നാണ് പറയുക. അതുകൊണ്ട് ഇവിടുത്തെ അധികൃതർ നമ്മെ സ്ഥിരമായി ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. അത്തരം സംഗതികൾക്ക് നിങ്ങൾ സ്വയമേവ നിങ്ങളെ അത്തരം അപകടങ്ങൾക്ക് നിങ്ങൾ നിന്നുകൊടുക്കരുത്. അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. കൂടുതൽ അപകടങ്ങൾ നടക്കുമ്പോൾ അത് കൂടുതൽ നമ്മെ ബാധിക്കാൻ സാധ്യതയുള്ള മാർഗങ്ങളിൽ നിങ്ങൾ ഉണ്ടാവരുത്. സുരക്ഷാ താവളങ്ങൾ തേടിയിരിക്കണം. ഏറ്റവും സാധ്യമായ സുരക്ഷ നിങ്ങൾ തേടിയിരിക്കണം. എന്നിട്ട് ക്ഷമയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. ഇസ്ലാമിൽ ക്ഷമ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു ആയുധമാണ്. അതൊരു നിസ്സാരമായ സാധ്യമല്ല, വളരെ വലിയ ഒരു ആയുധമാണ്. അതുകൊണ്ടാണ് അല്ലാഹു വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോടുള്ള സഹായം തേടണം എന്ന് പറഞ്ഞത്. നമുക്കെന്തിനാണ് അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമായി വരുന്നത്? നാം ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടണം, അല്ലെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ നമുക്ക് വരാതിരിക്കണം. വന്നിട്ടുള്ള പ്രയാസങ്ങൾ ലഘൂകരിക്കപ്പെടുകയോ നമുക്ക് സഹിക്കാൻ പറ്റുന്നതാവുകയോ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് നീങ്ങിപ്പോവുകയോ ചെയ്യണം. അതിനുള്ള മാർഗം എന്താണ്? വസ്തഈനു ബിസ്സബ്രി വസ്സലാ. അതിനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ഷമയാണ്, സബറാണ്. രണ്ടാമത്തേത് നമസ്കാരമാണ്. നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിൻ്റെ സഹായം തേടുക. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെയാകുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമുക്ക് ഹദീസുകളിൽ കാണാം, ഇദാ ഹാസഹു അംറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസമുള്ള എന്തെങ്കിലും ഒരു കാര്യം ബാധിച്ചാൽ, പേടിയുള്ള എന്തെങ്കിലും ഒരു കാര്യം ബാധിച്ചാൽ, അഫ്സഅ ഇലസ്സലാ, ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലേക്ക് പോകും. ഉടനെ നമസ്കാരത്തിലേക്ക് പോകും. അങ്ങനെ നമസ്കാരത്തിലൂടെ മനഃശാന്തി നേടിയെടുത്ത്, മനഃശക്തി നേടിയെടുത്ത്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ആ അപകടത്തെ, ആ പ്രയാസത്തെ, ആ ബുദ്ധിമുട്ടിനെ അള്ളാഹുവിൽ നീക്കി കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് സഹായം തേടും. അപ്പം നമസ്കാരം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ആയുധമാണ്. 5 നേരം നമസ്കരിക്കാൻ അള്ളാഹു പറഞ്ഞതുകൊണ്ട് ചെയ്ത് കാട്ടിക്കൂട്ടുന്ന എന്തോ ഒരു ബുദ്ധിമുട്ട് പിടിച്ച, ഒരു പ്രയാസം പിടിച്ച ഒരു സാധനമല്ല. ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ദുർഗങ്ങളിൽ ഒന്നാണ് നമസ്കാരം എന്ന് പറയുന്നത്. ഈ നമസ്കാരം കൊണ്ടും ഈ സബർ കൊണ്ടും നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായം തേടണം. അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ നമുക്ക് ഒന്നും സാധ്യമല്ല. നമ്മൾ എത്ര വലിയവനായിട്ടും, എത്ര ശക്തിയുള്ളവനായിട്ടും, എത്ര ടെക്നോളജി വലുത് നമ്മുടെ കയ്യിലുണ്ടായിട്ട് ഒരു കാര്യവുമില്ല. ഈ യുദ്ധം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതാണ്. ഒന്നുമില്ലെന്ന് ലോകം വിചാരിച്ചിരുന്ന ഒരു കൂട്ടർ ലോകത്തിലെല്ലാം ഉണ്ട് എന്ന് വീമ്പ് നടിച്ചവരെ വിറപ്പിക്കുന്ന രംഗം നമ്മൾ കാണുന്നു. അപ്പൊ അള്ളാഹുവിൻ്റെ സഹായമാണ് ഏറ്റവും വലുത്. അത് എങ്ങനെയാണ് കിട്ടുക? സ്തഈനു, അള്ളാഹുവിനോടുള്ള സഹായം നിങ്ങൾ തേടുക, ബിസ്സബരി വസ്സലാ, സബർ കൊണ്ടും ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും. രണ്ടാമതായി പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനസ്സൊരുക്കി നാം പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനസ്സൊരുക്കി വദുഊഹു തദർറുഅൻ വഖീഫത്തൻ വദൂനൽ ജഹ്രി മിനൽ ഖൗൽ, നിങ്ങൾ അല്ലാഹുവിനോട് അങ്ങേയറ്റത്തെ ബേജാറോടുകൂടി, അങ്ങേയറ്റത്തെ വേദനയോടുകൂടി, അങ്ങേയറ്റത്തെ ഭയത്തോടുകൂടി, അങ്ങേയറ്റത്തെ ആശയോടുകൂടി, അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതൊരു ആർപ്പുവിളിയാവാൻ പാടില്ല. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താവാൻ പാടില്ല? അതൊരു ആർപ്പുവിളിയാവാൻ പാടില്ല. ഖീഫത്തൻ, അത് പതുങ്ങിയ ശബ്ദത്തിലാവണം. വദൂനൽ ജഹ്രി മിനൽ ഖൗൽ, അതിങ്ങനെ ശബ്ദത്തിൽ ഒച്ചയിട്ടുള്ള ആർപ്പുവിളികളാവാൻ പാടില്ല. അങ്ങേയറ്റത്തെ മര്യാദയോടുകൂടി, അങ്ങേയറ്റത്തെ ഭവ്യതയോടുകൂടി, അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി, അങ്ങേയറ്റത്തെ ഖുശൂഅോടും ഖുളൂഅോടും കൂടി, വണക്കത്തോടുകൂടി, അങ്ങേയറ്റത്തെ ഭയത്തോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇത്തരം പ്രയാസങ്ങൾ വരുമ്പോൾ അത് ദൂരീകരിച്ച് കിട്ടുവാൻ, അത് നമ്മിൽ നിന്ന് നീക്കിത്തരുവാൻ നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഞാനെന്തിനാ പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ ആളുകൾ ആലോചിക്കും. ആരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയുകയില്ല. ചിലപ്പോൾ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയിലായിരിക്കും, ചിലപ്പോൾ സ്വകാര്യതയിലുള്ള പ്രാർത്ഥനയിലായിരിക്കും, ചിലപ്പോൾ കൂട്ടായ പ്രാർത്ഥനയിലായിരിക്കും, കുനൂത്തിലായിരിക്കും. അതിൽ എൻ്റെ റോൾ എന്താണ്, എനിക്ക് നിർവഹിക്കാനുള്ളത് എന്താണ്, എൻ്റെ പ്രാർത്ഥന അതിലുണ്ടാവണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? അതാണ് പറഞ്ഞത്, അങ്ങേയറ്റത്തെ പേടിയോടും ഭയപ്പാടോടും കീഴ്വണക്കത്തോടും ആഗ്രഹത്തോടും കൂടി വേണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ, പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രാർത്ഥന എന്ന് പറയുന്നതാണ് അള്ളാഹുവിനുള്ള ഇബാദത്തുകളുടെ മജ്ജ എന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദുആഉ മുഖുൽ ഇബാദ, പ്രാർത്ഥനയാണ് ഇബാദത്തുകളുടെ മജ്ജ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന നോമ്പ്, അതിലെവിടെ പ്രാർത്ഥന? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിലെവിടെ പ്രാർത്ഥന? നമ്മൾ നോമ്പെടുക്കുമ്പോൾ നോമ്പ് എന്ന് പറഞ്ഞൊരു കർമ്മത്തിൽ പ്രാർത്ഥനയുണ്ടോ? പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സാധനം അതിലില്ലല്ലോ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഇബാദത്തുകളുടെ മജ്ജ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. നോമ്പെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു നിയ്യത്തുണ്ട്. അതെന്താണ്? അള്ളാഹുവിൻ്റെ കൽപ്പന അവൻ പറഞ്ഞ രൂപത്തിൽ അനുസരിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചവനായ ഒരു അടിമയായി എനിക്ക് മാറണം.
ഈ പ്രാർത്ഥനയാണ് അവിടെ ഉള്ളത്. അപ്പൊ പ്രാർത്ഥനകളില്ലാത്ത ഇബാദത്ത് എന്ന് പറയുന്നത് അതെന്താണ്? അത് ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥനയുടെ വില മനസ്സിലാക്കി നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഒരാൾ ഒരു സഹായം ആവശ്യപ്പെട്ട് നമ്മുടെ മുമ്പിൽ വന്നു. ചിലപ്പോൾ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയാത്ത അവസ്ഥകളുണ്ടാവും, കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അയാൾ ആവശ്യപ്പെട്ട ആ സഹായത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അവിടെ പോലും നിങ്ങൾ നിരാശരാവരുത്. ഖൗലുൻ മഅറൂഫുൻ ഖൈറും മിൻ സദഖത്തി യത്ബഉഹാ അദാ. ഒരു നല്ല വാക്കുണ്ടല്ലോ, അതാണ് പലപ്പോഴും ആളുകളെ ഉപദ്രവിക്കുന്ന സദഖകളെക്കാൾ നല്ലത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നല്ല വാക്ക്. അപ്പോൾ ഇത്തരം വലിയ സംഗതികൾ വരുമ്പോൾ, നമുക്ക് തടുക്കാൻ പറ്റാത്തത് എന്ന് തോന്നുന്ന സംഗതികൾ വരുമ്പോൾ ഞാനെന്ത് ചെയ്യാനാണ് എന്ന് വിചാരിച്ച് നിരാശനാവുകയല്ല വേണ്ടത്. അത് മാറ്റിത്തരുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതാണ് പ്രാർത്ഥനയുടെ ദുആഇന്റെ പ്രത്യേകത എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമായി പോകരുത് പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ അവസ്ഥയ്ക്ക് വേണ്ടി മാത്രമായി പോകരുത് പ്രാർത്ഥിക്കുന്നത്. പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരെയും നമ്മുടെ മുമ്പിൽ കാണാൻ നമുക്ക് കഴിയണം. നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാടിനെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ പട്ടാളക്കാരായ ആളുകൾ, ഇവരൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ മനസ്സിൽ നമുക്ക് വരണം. നാം ഒന്നും ചെയ്യുന്നില്ലെങ്കിലും രാപ്പകലുകൾ ഉറക്കമിളച്ചുകൊണ്ട് സ്വന്തം ജീവൻ അപകടത്തിൽപ്പെടുത്തി അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇബാദത്തുൻ ഫിൽ ഹർജ് കൽ ഹിജ്റതി ഇലയ്യ. ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇബാദത്തെടുക്കുക എന്ന് പറയുന്നത് കൽ ഹിജ്റതി ഇലയ്യ, എന്നിലേക്ക് ഹിജ്റ ചെയ്യുന്നത് പോലെയാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഹിജ്റ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല, നമുക്കൊക്കെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു പോയി. പക്ഷേ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഹിജ്റ പോയ ആളുകൾക്ക് അള്ളാഹു പ്രഖ്യാപിച്ച ഒരു പ്രതിഫലമുണ്ട്. ആ ഹിജ്റ പോലെ മറ്റൊരു ഹിജ്റയും ആവുകയില്ല എന്നാണ് അള്ളാഹു പ്രഖ്യാപിച്ചത്. ആ ഹിജ്റ പോലത്തെ കൂലി നിങ്ങൾക്ക് കിട്ടും ഇത്തരം പ്രയാസങ്ങൾ വരുമ്പോൾ ആ പ്രയാസങ്ങളുടെ നടുക്ക് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ മനസ്സിടിയുകയല്ല വേണ്ടത്, പേടിക്കുകയല്ല വേണ്ടത്, നിരാശനാവുകയല്ല വേണ്ടത്. ധൈര്യത്തോടുകൂടി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും എന്താണോ നാം ആഗ്രഹിക്കുന്നത് അത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയുമാണ് വേണ്ടത്. പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നാളുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനത്തെ 10ലേക്കാണ് നാം കാലെടുത്തു വെക്കാൻ പോകുന്നത്. അവസാനത്തെ 10ന്റെ പ്രത്യേകത ഒരിക്കലും തന്നെ നാം മറന്നു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ഇബാദത്തുകൾ എടുത്തിരുന്നത് റമളാനിലായിരുന്നു. ഏറ്റവും കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നത് റമളാനിലായിരുന്നു. ആ ദാനധർമ്മങ്ങളും ഇബാദത്തുകളും ഏറ്റവും കൂടുതലായി ചെയ്തിരുന്നത് റമളാനിലെ അവസാനത്തെ 10ലായിരുന്നു എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. അവസാനത്തെ 10ലേക്ക് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരയും തലയും മുറുക്കുകയായി. ആദ്യത്തെ 10ലും രണ്ടാമത്തെ 10ലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ അല്പം ഉറങ്ങുമായിരുന്നു. എന്നാൽ അവസാനത്തെ 10 വന്നു കഴിഞ്ഞാൽ പിന്നീട് തീരെ ഉറങ്ങുകയില്ല. തൻ്റെ കുടുംബത്തെയും വിളിച്ചുണർത്തും. എന്തിനു വേണ്ടിയാണ്? ഇബാദത്തുകളിൽ മുഴുകുന്നതിന് വേണ്ടി, സൽക്കർമ്മങ്ങളിൽ മുഴുകുന്നതിന് വേണ്ടി, അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി. ആ അവസാനത്തെ 10ലേക്കാണ് നാം കടക്കാൻ പോകുന്നത്. ആ അവസാനത്തെ 10ലാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ അവതീർണമായ വിധി നിർണായക രാത്രി എന്ന് പറയുന്നത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ഈ അവസാനത്തെ 10ൽ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ദുആകളും നമ്മുടെ ഇബാദത്തുകളും ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നാമും നമ്മുടെ നാടും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്
എന്താണോ ചെയ്യേണ്ടത് എന്ന് ഇവിടെ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ആ നിലവാരത്തിലേക്ക് ഉയർന്ന് പ്രവർത്തിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നു പോകുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ അവൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രയാസപ്പെട്ട നാളുകൾ അള്ളാഹു ദൂരീകരിച്ച് തരുമാറാവട്ടെ. സമാധാനത്തിൻ്റെയും സുരക്ഷിതത്തിൻ്റെയും ആയ നാളുകൾ, ദിനങ്ങൾ, ദിനരാത്രങ്ങൾ, നിമിഷങ്ങൾ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിന് കാരണക്കാരായ മുഴുവൻ ആളുകളെയും രാജ്യങ്ങളെയും അള്ളാഹു നശിപ്പിക്കുമാറാവട്ടെ. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ശക്തികളെയും അള്ളാഹു തകർക്കുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ അള്ളാഹു തോൽപ്പിക്കുമാറാവട്ടെ. നമ്മുടെ കഴിവില്ലായ്മകൾക്കുമപ്പുറം, നമ്മുടെ കഴിവുകൾക്കുമപ്പുറം, നമ്മുടെ പ്ലാനിങ്ങുകൾക്കും അപ്പുറം, നമ്മുടെ അശക്തികൾക്കുമപ്പുറം ശക്തനായ ഒരു അള്ളാഹു നമുക്കുണ്ട്. അള്ളാഹുവെ നീ ഞങ്ങളെ സഹായിക്കണമേ. അള്ളാഹുവെ നീ ഞങ്ങളെ സഹായിക്കണമേ നാഥ. പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ മോചിപ്പിക്കണമേ നാഥ. യുദ്ധക്കെടുതികളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ നാഥ. ഞങ്ങളെയും മുസ്ലിം നാടുകളെയും നീ രക്ഷിക്കണമേ നാഥ. ഇസ്ലാമിനെ തോൽപ്പിക്കാൻ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ, മുസ്ലിങ്ങളെ ശിക്ഷിക്കാൻ, മുസ്ലിങ്ങളെ തോൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരെയും നീ തോൽപ്പിക്കണമേ നാഥ. നിന്റെ കഴിവുകൊണ്ടും നിന്റെ ശക്തി കൊണ്ടും നിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ല എന്ന വസ്തുത കൊണ്ടും വെച്ചുകൊണ്ട് ഞങ്ങളിതാ നിന്നിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന നാഥ, ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നീ നശിപ്പിക്കണമേ നാഥ. ഇസ്ലാമിക നാടുകളെ അവരിൽ നിന്ന് നീ രക്ഷിക്കണമേ നാഥ. ഞങ്ങൾക്ക് സമാധാനവും സുരക്ഷയും പ്രദാനം ചെയ്തുകൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണമേ നാഥ. ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നുവോ, എവിടെയൊക്കെ മുസ്ലിങ്ങൾ പാർക്കുന്നുവോ, എവിടെയൊക്കെ മുസ്ലിങ്ങൾ വസിച്ചു കൊണ്ടിരിക്കുന്നുവോ അവിടങ്ങളിലെല്ലാം നീ സുരക്ഷയും സമാധാനവും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങൾക്ക് ഇസ്സത്തും പ്രതാപവും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീന വൽ കാഫിരീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅക അഅദാഅ അദ്ദീൻ. اللهم أرنا فيهم أياما نحسات مثل يوم عاد وثمود إنهم لا يعجزونك يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين وسلام على المرسلين والسلام عليكم ورحمة الله وبركاته.